ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വാർത്തയിൽ പറയുന്നത് കേട്ടു. യു പിയിൽ ഒരു പ്രായപൂർത്തിയായ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി പ്രേമിച്ചതിന് അതിൽ ആൺകുട്ടീനെ മാത്രം പിടിച്ച് ചെരുപ്പുകൊണ്ട് അടിക്കുന്ന ഒരു സീൻ കണ്ടു വാർത്തയിലൊക്കെ. സ്നേഹം പ്രേമം തെറ്റാന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത് പ്രായപൂർത്തിയായ പിള്ളേരാണ്. പിന്നെ പിള്ളേർ നമ്മൾ രക്ഷിതാക്കൾ പറഞ്ഞൊന്നും കേൾക്കണ കാലഘട്ടത്തിലല്ല ഇപ്പം മിക്ക പിള്ളേരും. അപ്പോൾ അവരെ അടിച്ചിട്ടോ കൊന്നിട്ടോ ഒരു കാര്യമില്ല. അങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർ പറഞ്ഞിടത്ത് നിൽക്കണില്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് അവർ പഠിക്കട്ടെ. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിലുള്ള എല്ലാ സുഖദുഃഖങ്ങളും അവർ അറിഞ്ഞ് പഠിക്കട്ടെ. അപ്പോൾ അവർ പഠിയും. അപ്പോൾ അവർക്ക് പഠിയും. ഇത് ആ ഒരു പയ്യനെ മാത്രം ചെരുപ്പോണ്ടിട്ട് അടിക്കുക. പെൺകുട്ടീനെ വേഗം കാറിൻ്റെ ഉള്ളിലാക്കിയിരിക്കുന്നു. പൊതുസമൂഹത്തിൽ പെൺകുട്ടീനെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് ആൺകുട്ടീനെ മാത്രം അടിക്കുക. ഇതിപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല. കാരണം ആൺകുട്ടിയും പെൺകുട്ടിയും ഇതിൽ തുല്യ പങ്കാളികളാണ്. പ്രേമിക്കുന്നതിൽ രണ്ടാളും തുല്യ പങ്കാളികളാണ്. അപ്പോൾ പെൺകുട്ടിക്ക് വീട്ടിൽ പോയിട്ട് ശിക്ഷ കൊടുക്കാച്ചിട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ പൊതുസമൂഹത്തിൽ വെച്ചിട്ടാണ് ആൺകുട്ടീനെ മാത്രം ഇത്ര ക്രൂരമായിട്ട് ശിക്ഷിക്കണം, പെൺകുട്ടീനെ ആരും കാണാണ്ട് കാറിൻ്റെ ഉള്ളിലാക്കണതും രണ്ടും തെറ്റാ. രണ്ടാൾക്കും ഒരേമാതിരി ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് വിടുക. നമ്മൾ പിടിച്ചോടത്തൊന്നും മക്കളെ കിട്ടില്ല. പിന്നെ അവർ ജീവിതം കൊണ്ട് പഠിക്കട്ടെ. ഇന്നലെ ആ സംഭവം കണ്ടപ്പോൾ എനിക്കൊന്നിങ്ങനെ വീഡിയോയിൽ വരാൻ തോന്നി. അതുകൊണ്ട് വന്നത്. ആ ആൺകുട്ടീനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം. കാരണം ഒരു പ്രേമം എന്ന് പറയുമ്പോൾ അത് പെൺകുട്ടിയും ആൺകുട്ടിയും തുല്യമായി പങ്കാളികളാണതിൽ. അപ്പോൾ ആൺകുട്ടിക്ക് മാത്രമായിട്ട് ശിക്ഷ കൊടുക്കുന്നത് ഒരു ശരിയായ പ്രവൃത്തിയല്ല. ഓക്കേ.